മഞ്ഞളിൽ പാല് കലക്കിട്ട് കുടിച്ചാൽ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. നോക്കി നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ പ്രോബ്ലം യൂഷ്വലി എന്താ സംഭവിച്ചത്, നമ്മളൊരു കാര്യം നല്ലതാണെന്ന് പറയുമ്പോൾ പിന്നെ ആളുകൾ മനസ്സിലാക്കുന്ന അത് മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഈ മഞ്ഞൾ ശരിക്കും ഒരു ആൻറ്റി ക്യാൻസർ ഇഫക്റ്റ് ഉണ്ട്. അതിലെ കുർക്കുമിൻ എന്ന് പറഞ്ഞ കണ്ടന്റിന് ഒരു ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ചെറിയ ശേഷിയുണ്ട്, അത് പ്രൂവൺ ആണ്. ബട്ട് അത് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു ആൻറ്റി ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റ് കിട്ടേണ്ട മഞ്ഞൾ കഴിക്കണം, ചിലപ്പോൾ കിലോ കണക്കിന് മഞ്ഞൾ നമ്മൾ കഴിക്കണം, അപ്പോഴേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റ് കിട്ടുന്നുണ്ടാവുള്ളൂ. അതിൽ നിന്ന് ഈ കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്ത് ടാബ്ലറ്റ് ആക്കിയിട്ട് അത് ആൻറ്റി ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയുള്ള കൊടുത്തിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ഇതൊന്നും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് എവിടെയും കൊടുക്കുന്നില്ല. അപ്പോൾ അതുപോലെ അഥവാ മഞ്ഞൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് പാലിൽ കലക്കി കഴിക്കേണ്ട, അത് കറി വെച്ചിട്ട് കഴിച്ചോ. നമ്മൾ യൂട്ടീനായിട്ട് കഴിക്കുന്നത് അങ്ങനെയല്ലേ, ഇനി പാലിൽ കലക്കി കഴിച്ചിട്ട് വേറെ വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. അപ്പം നല്ലതാണ് മഞ്ഞൾ, സാധാരണ നമ്മൾ കറികളിലേക്ക് ഇടുന്ന ആവശ്യത്തിനുള്ള കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബട്ട് അങ്ങനെയാണല്ലോ, യുക്തിപൂർവ്വം പാലും നല്ലതാണ് മഞ്ഞളും നല്ലതാണ്, അപ്പോൾ ഇത് ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, അത് കഴിക്കാന്നുള്ളതാണ്. ഒരുപാട് വിത്തുകൾ ബാക്കിൽ ഓടുന്നുണ്ട് ആക്ച്വലി ആൾക്കാർ. അപ്പോൾ ഒറ്റമൂലി എന്നുള്ള രീതിയിലൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഓടും. ഓൾസോ ഗൂഗിൾ സെർച്ചിലൊക്കെ ചെയ്തിട്ട് അവിടെ ഗൂഗിൾ സിൻഡ്രോമുള്ള ആൾക്കാരും എന്തായിരിക്കും എന്നുള്ളത്, ക്യാൻസർ ആയിരിക്കോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കും. മാലിഗ്നൻസിയിൽ കൊണ്ടിട്ട് തരുവരെ. കാരണം അതിൻ്റെ റീസൺ ഇതാണ്, ഏത് സിംറ്റവും അതിൻ്റെ അങ്ങേ എക്സ്ട്രീമിൽ ചിലപ്പം ക്യാൻസർ ആവാം. ഫോർ എക്സാമ്പിൾ തലവേദന ക്യാൻസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്യാൻസർക്ക് തലവേദനയായിട്ട് പ്രസന്റ് ചെയ്യാം. അതിൻ്റെ മീനിങ് തലവേദന എന്ന് പറഞ്ഞ ക്യാൻസർ എന്നല്ല. പക്ഷെ ഗൂഗിളിനത് അറിയില്ലല്ലോ. അപ്പോൾ ഗൂഗിൾ തലവേദന അടിച്ച് ചിലപ്പോൾ അത് ക്യാൻസർ ആണെന്ന് പറയും. പഠിപ്പിച്ച കുട്ടിയാണെന്ന് കറക്റ്റ് പോയിന്റേ പറയുള്ളൂ അല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു 30 വയസ്സ് ആവുന്ന സമയത്ത്, ഇപ്പോൾ പാരമ്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 30 ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ബോഡി ചെക്കപ്പ്, ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നതാണോ നല്ലത്? ഏറ്റവും അതിനൊരു പ്രോപ്പർ ഗൈഡ് ലൈൻ ഉണ്ട്. നമ്മൾ അതായത് ഹൈ റിസ്ക് ഇൻഡിവിജ്വൽ, ആവറേജ് റിസ്ക് ഇൻഡിവിജ്വൽ എന്ന് പറയാം. ഈ പറഞ്ഞതുപോലെ ഫാമിലിയിൽ കുറേ പേർക്ക് അസുഖമുള്ള ക്യാൻസർ ഉള്ള ആളുകളാണ്, അവർ ഹൈ റിസ്ക് ആണ്. അവരെ ചെക്ക് ചെയ്യേണ്ട ഏജും നോർമലായിട്ട് ആവറേജ് റിസ്ക് ചെക്ക് ചെയ്യേണ്ട ഏജും ഡിഫറെൻ്റ് ആണ്. ഈ ആവറേജ് ആളുകൾ, അതായത് സാധാരണ നമുക്ക് ഫാമിലിയിൽ ക്യാൻസർ ഒന്നും ഇല്ല, നമുക്ക് ക്യാൻസർ വന്നിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ലേഡി ആണെങ്കിൽ 40 ഇയേഴ്സ് മുതൽ മാമോഗ്രാഫി എടുക്കണം, ഒരു 30 ഇയേഴ്സ് മുതൽ HPV ഈ സർവൈക്കൽ ക്യാൻസറിനുള്ള ടെസ്റ്റ് ചെയ്യണം, 21 ഇയേഴ്സ് മുതൽ തന്നെ പാപ്സ്മിയർ ചെയ്യണം, അങ്ങനെയുള്ള കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട്. പിന്നെ കോളൺ ക്യാൻസറിന് വേണ്ടി 50 ഇയേഴ്സ് മുതൽ അറ്റ്ലീസ്റ്റ് 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും കോളനോസ്കോപ്പി എടുക്കണം എന്നാണ് പറയാം. നമ്മുടെ നാട്ടിൽ അതത്ര കോമൺ അല്ല. അറ്റ്ലീസ്റ്റ് ഈ മാമോഗ്രാഫി ചെയ്യുന്നതെങ്കിലും ആളുകൾ ഒന്ന് മൈൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ സ്വയം സ്ഥാന പരിശോധന പറയല്ലോ. അതെ, എല്ലാവരും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എല്ലാ മാസവും ഒരു മിററിന് മുന്നിൽ നിന്നിട്ട് നമ്മളെ തടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ, നിപ്പിളിന്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അതുപോലെ ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടോ, അത് എളുപ്പത്തിൽ ചെയ്യാം. അത് എങ്ങനെ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ലെഫ്റ്റ് റൈറ്റ് ബ്രസ്റ്റിനെ അപേക്ഷിച്ചിട്ട് ലെഫ്റ്റ് ബ്രസ്റ്റിനാണ് കൂടുതലും ക്യാൻസർ വരാൻ ചാൻസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മിത്താണോന്ന് എനിക്കറിയില്ല. ഇൻസിഡൻസ് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം അല്ലാണ്ട് അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാൻ നമുക്ക് പറയാനില്ല. ഇനി അതിനൊരു സിഗ്നിഫിക്കൻസ്, ട്രീറ്റ്മെന്റിൽ ഒരു സിഗ്നിഫിക്കൻസ് ഒന്നും വരുന്നില്ല. ബട്ട് ഈ ഏർലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഈ സ്ക്രീനിങ്ങുകൾ നമ്മൾ പ്രോപ്പർലി ഫോളോ ചെയ്യാം. അതായത് നമുക്ക് ചില ക്യാൻസറുകൾ പാരമ്പര്യമായിട്ട് ജനിതകപരമായിട്ട് വരുന്ന ചില അസുഖങ്ങളുടെ ഭാഗമാണ്. നമ്മളെപ്പോഴും പറയാനുള്ളത് ഈ BRCA2 സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രസ്റ്റ് ക്യാൻസറും ഓവറി അണ്ഡാശയത്തിൻ്റെ ക്യാൻസറും വരുന്ന ചില സിൻഡ്രോംസ് ഉണ്ട്, ചില ജനിതക രോഗങ്ങളും. അപ്പം അങ്ങനെയുള്ള ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്ന ഫാമിലി ഉണ്ട്, അത് ഫാമിലിയിൽ റൺ ചെയ്യുന്നതാണ്. വീട്ടിലൊരാൾക്കുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്കുണ്ടാവാനുള്ള സാധ്യത വഴിയായിട്ട് വരാൻ സാധ്യതയുള്ള. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ 40 വയസ്സിന് മുമ്പ് തന്നെ, അപ്പോൾ അവർ കണക്ക് പറയുന്നിങ്ങനെ അവരുടെ ഫാമിലിയിലും ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് എപ്പോഴായിരുന്നോ ക്യാൻസർ ഉണ്ടായ അതിനേക്കാളും 10 വർഷം മുമ്പേ. അപ്പോൾ ഇപ്പം അഡിനോമാറ്റസ് പോളിപ്പോസിസ് എന്ന് പറയുന്ന ഈ വൻകുടലിൻ്റെ ഉള്ളിൽ കുറേ പോളിപ്പ് വരുന്നതും അതിൻ്റെ ഉള്ളിൽ ക്യാൻസർ വരുന്നൊരു അസുഖമുണ്ട്. അവരുടെ അടുത്ത് 12 വയസ്സ് മുതൽ സ്ക്രീനിങ് പറയുന്നുണ്ട്, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ പറയുന്നുണ്ട്. അപ്പം ഈ ചിലതിൽ സ്ക്രീനിങ് അല്ലാണ്ട് ക്യാൻസർ വരുന്നതിന് മുമ്പേ ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഹൈ റിസ്ക് പേഷ്യൻസിന് അത് ഡെഫിനറ്റ്ലി അവർ ഓങ്കോളജിസ്റ്റ് കണ്ടിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ ജനറൽ പോപ്പുലേഷൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹൈ റിസ്ക് കാര്യം മിക്കവാറും ഡോക്ടേഴ്സുമായിട്ട് അവർ ഓൾറെഡി ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ ജനറൽ പോപ്പുലേഷൻ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും, ഫാമിലിയിൽ ക്യാൻസർ ഒന്നും കേട്ടുകേൾവില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ പാലിക്കേണ്ട കുറച്ച് ജീവിത രീതികളുണ്ട്. അത് എല്ലാവരും പാലിക്കാൻ നോക്കാം ഒരു പരിധി വരെ. അതെ, ഇതൊന്നും ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസർ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ബട്ട് നല്ലൊരു ശതമാനം ക്യാൻസർ നമുക്ക് ഒഴിവാക്കാനും നേരത്തെ കണ്ടുപിടിക്കാനും അതെ. അപ്പം അത് ചെയ്യാണ്ടാവുമ്പോഴാണ് ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴും ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കേൾക്കുമ്പോഴും പേടിയാവുന്നത്. നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ നമ്മളെ ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അന്ന് നോക്കിയാൽ മതിയായിരുന്നു, ഞാൻ നോക്കേണ്ട ആളായിരുന്നില്ലേ എന്നുള്ള തിരിച്ചറിവുകളൊക്കെ വരിക.
പരമ്പരാഗതമായിട്ട് ക്യാൻസർ വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് ജനറേഷൻ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? അപ്പോൾ ഒരാൾക്ക് വന്നു പിന്നെ 2-3 തലമുറ കഴിഞ്ഞിട്ടായിരിക്കും അതേ ബ്ലഡ് ലൈനിൽ വരിക, അങ്ങനെയുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടില്ല കണ്ടിന്യൂഷൻ ആയിട്ട്? അത് ഒരുപാട് ഘടകങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സാധാരണ നമ്മൾ ഇന്ന് കാണുന്ന ക്യാൻസർ ഒരു 10% നമ്മൾ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുള്ള ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ചിലതരം ഓവേറിയൻ ക്യാൻസർ, ചില ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ ചില കോളൻ ക്യാൻസർ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു രോഗി നമ്മുടെ അടുത്ത് ക്യാൻസറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഹിസ്റ്ററി എടുക്കും. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ ക്യാൻസർ ആണെങ്കിൽ പ്രത്യേകിച്ചും അപ്പോൾ അതിലെന്തെങ്കിലും നമുക്കൊരു പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അതിന് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യാനും അവർക്ക് ജനറ്റിക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത് ഏത് ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറും ആദ്യം രോഗിനെ കാണുമ്പോൾ തന്നെ നമ്മളതൊക്കെ നോക്കിയിട്ട് അന്ന് തന്നെ അവർക്ക് ഇതിനെ പറ്റിയൊരു സൂചന കൊടുക്കും. ഇത് സ്വാഭാവികമായിട്ടും വേണ്ട സമയത്ത് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് ആ കുടുംബത്തിലെ ആൾക്കാർക്ക് റിസ്ക് ഉണ്ടോ, അവർ കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കണോ എന്നുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കാനുള്ള സൗകര്യം നമുക്കിന്നുണ്ട്. കാരണം ജനിതക ടെസ്റ്റൊക്കെ മുമ്പൊക്കെയാണ് നമ്മൾ അമേരിക്കയിലൊക്കെ അയച്ച് ഒരുപാട് എക്സ്പെൻസീവ് ആയിരുന്ന കാലത്ത് നിന്ന് നമുക്ക് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് പരമ്പരാഗതത്തിൽ പറയുമ്പോൾ എനിബഡി ഇൻ ദ ബ്ലഡ് ലൈൻ എന്ന് വരുമോ, അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഗ്രേറ്റ് പാരന്റ്സ് അങ്ങനെയാണോ? ഇല്ല, അത് ഓരോരോ ജനിതക സിൻഡ്രോം എന്ന് പറയും. നമ്മൾ ഈ ജനറ്റിക് സിൻഡ്രോംസിനും അതിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധ്യതകളുണ്ട്. അതെ, നമ്മളിപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് അത് പാരമ്പര്യമായിട്ട് ആയിരിക്കാമെന്ന് സംശയിക്കുന്നത് കുറേ റീസൺസ് ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ക്യാൻസർ ആയിട്ട് വരുമ്പോൾ അത് പാരമ്പര്യമാണോ നമ്മൾ നോക്കില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ 75 years ആയിട്ട് ഒരാൾ വരുമ്പോൾ അവർക്ക് നമ്മൾ യൂഷ്വലി അങ്ങനെ നോക്കേണ്ട കാര്യം വരുന്നില്ല. ഹാബിറ്റ്സ് ആയിരിക്കാൻ കൂടുതലും. ബട്ട് ഈ യങ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു 40 years താഴെയൊക്കെ ക്യാൻസർ വരുമ്പോഴും, അല്ലെങ്കിൽ ചില ടൈപ്പ് ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റിൻ്റെ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോഴും, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ ഇപ്പം സെബേഷ്യസ് കാർസിനോമ എന്നൊക്കെ പറഞ്ഞ് സ്കിന്നിൽ കാണുന്ന സെബേഷ്യസ് സിസ്റ്റിനെ പറ്റിയല്ലേ ഞാൻ പറയുന്നത്. സെബേഷ്യസ് ക്യാൻസർ എന്ന് പറയുന്നതൊക്കെ ഒരു ടൈപ്പ് ഉണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും പാരമ്പര്യത്തിൻ്റെ ഭാഗമാകാം, അങ്ങനെയുള്ള ടൈപ്പ്. അല്ലെങ്കിൽ ഇപ്പം ഈ വന്ന ആളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, അമ്മയുടെ സിസ്റ്ററിന് ഉണ്ടായിരുന്നു, അങ്ങനെ മൾട്ടിപ്പിൾ ഹിസ്റ്ററീസ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് 2 ക്യാൻസർ വന്നു, ഒരാൾക്ക് ബ്രസ്റ്റും അയാൾക്ക് തന്നെ ഓവറിൽ ക്യാൻസർ വന്നു, അങ്ങനെയുള്ള ചില ക്യാൻസറുകളുടെ കോമ്പിനേഷൻ വരുമ്പോഴും ഇപ്പം ഇങ്ങനെ കുറച്ച് ഒരു വാർണിംഗ് പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസിലാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവരെ ജനറ്റിക് കൗൺസിലിങ്ങും അത് കഴിഞ്ഞ് ജനറ്റിക് ടെസ്റ്റിങ്ങും ചെയ്യിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും ജനറ്റിക് സിൻഡ്രോമിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാവുകയാണ്, അത് പോസിറ്റീവ് ആണെങ്കിൽ അതിനൊരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഉണ്ട്. പിന്നെ അവനോട് പറഞ്ഞതുപോലെ ചിലത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. അതായത് ഒരാൾക്ക് അച്ഛൻ ആ ജീൻ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് എന്തായാലും ആ ജീനിനെ കവർ ചെയ്തിരിക്കും. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ ജീൻ കൂടുമ്പോൾ കുട്ടികളിൽ 50% ആളുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്ന കണക്ക് പോലെയല്ല ഇത് സംഭവിക്കുന്നത്. ബട്ട് അത് വെച്ചിട്ടാണ് ചിലത് ഓട്ടോസോമൽ റെസിസീവ് ആണ്, വരാനുള്ള സാധ്യത പിന്നെയും കുറയും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇവർക്ക് വരുമോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കുന്നത്. ബട്ട് അത് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷനാണ്. അപ്പം അങ്ങനെ ആ ജനറ്റിക് ഹിസ്റ്ററിയോ സിൻഡ്രോംസോ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും സ്ക്രീനിങ്ങുകളും ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളാണ്. അപ്പം അങ്ങനെ കുറേ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ. ഇത് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അതനുസരിച്ചാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത്. ഈ നോർമലി നമ്മളിപ്പോൾ ക്യാൻസർ ഒന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് അപ്രതീക്ഷിതമായിട്ടൊരു ക്യാൻസർ ആണ് എനിക്ക് എന്ന് ഉൾക്കൊള്ളുന്ന ഒരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിൻ്റെ മെൻ്റൽ സ്റ്റേജിനെ നിങ്ങൾ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്, അല്ലെങ്കിൽ സമാധാനപരമായിട്ട് കൊണ്ടുവരിക? ഈ സൂയിസൈഡൽ അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനോഭാവം കാണിക്കാറുണ്ടോ പേഷ്യൻസ്? അല്ല, പലർക്കും അത് ക്യാൻസറാണെന്നുള്ളത് അറിയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം. സ്വാഭാവികമാണ്, കാരണം നമ്മൾ അങ്ങനെയാണല്ലോ രോഗത്തിനെ പറ്റി കേൾക്കുന്നത്. പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ അടുത്തും കുടുംബത്തിൻ്റെ അടുത്തും സംസാരിച്ച് അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ അഡ്വാൻസ് അതിനെ മാറ്റാൻ പറ്റുന്ന സാധ്യതകളും പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം ചെയ്യുക. കാരണം തുടക്കത്തിലെ സ്റ്റേജ് ഇങ്ങനെ അറിയാണ്ട് കണ്ടുപിടിക്കുന്ന മിക്കവാറും തുടക്കത്തിലെ സ്റ്റേജ് ആയിരിക്കും. തുടക്കത്തിലെ സ്റ്റേജ് ആണെങ്കിൽ നമുക്കതിനെ മാറ്റാൻ പറ്റുന്നവർക്ക് പൂർണ്ണമായിട്ടും പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം ആദ്യം നമ്മൾ സ്ട്രെസ് ചെയ്യും. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ആ സമയത്ത് ചില ട്രീറ്റ്മെൻറ്റ് പ്രയാസങ്ങൾ ഉണ്ടാവും, പക്ഷേ അതെല്ലാം റിവേഴ്സിബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ആ രീതിയിൽ മാറ്റാനുള്ള സാധ്യതകളും ചിലപ്പം പേഷ്യൻസിന്റെ കൂടെയുള്ള ആളുകൾ വന്നിട്ട് പറയും ഇത് പേഷ്യൻസ് അറിയരുത്, പേഷ്യൻസിനോട് പറയരുത്, അവർ അറിയാതെ ട്രീറ്റ്മെന്റ് പറയാറുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും പേഷ്യൻസിന്റെ അടുത്തും കൂടി പറഞ്ഞു, കാര്യങ്ങളും ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് അല്ലല്ലോ. അപ്പൊ അവരുടെ കോൺഫിഡൻസും ഈ ഓൾഡ് ഏജ് പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യും, കാരണം അവരല്ല ഡിസിഷൻ എടുക്കുന്നത്. ബട്ട് നോർമലി കാര്യങ്ങൾ മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താ പറയാ അവലോകനം ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവരറിയുമ്പോഴാണ് അതെ അപ്പോഴാണ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. ക്യാൻസറിന് മാത്രമായിട്ട് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടോ? അതായത് പേഷ്യന്റ് അറിയണമെന്ന് നിർബന്ധമില്ല എന്നുള്ളൊരു
പേഷ്യന്റിന്റെ കൺസെന്റ് വേണമെന്നില്ല എന്നുള്ളൊരു ഇല്ല. സൗകര്യപൂർവ്വം അങ്ങനെ ഇല്ലല്ലോ. പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ അവർ തന്നെയാണ് അവരുടെ ഡിസിഷൻസ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ പലപ്പോഴും പേഷ്യൻസിന് വേണ്ടിയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന അവരുടെ ചുറ്റുള്ള ആൾക്കാരാണ്. അത് ഗുണമുണ്ട് ദോഷമുണ്ട് നല്ല വശങ്ങളുണ്ട് അതിന്. പക്ഷെ നമ്മൾ സാധാരണ പറയാ ക്യാൻസർ ആണെന്നുള്ളത് അറിഞ്ഞിട്ട് അതിനെ ധൈര്യത്തോടെ നേരിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നുള്ള അഭിപ്രായമാണ് നമ്മൾ പലപ്പോഴും കുടുംബാംഗത്തിനോട് പറയാം. പിന്നെ നിങ്ങൾ പലപ്പോഴും ഈ പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ പറയുന്നില്ലെങ്കിലും അവര് കേട്ടുകേൾവി വെച്ച് പലതും സെർച്ച് ചെയ്ത് ഒരു ഹാഫ് കുക്ക്ഡ് നോളജ് അവർക്ക് കിട്ടും. അത് ഗുണത്തെക്കാൾ ദോഷമില്ല. അതെ അതെ അതെ. പകുതിയിൽ വെച്ച് കൺഫ്യൂഷൻ സംസാരിക്കുമ്പോൾ അവർക്ക് പിന്നെ ചില പേഷ്യൻസ് നമ്മൾ സാധാരണയുള്ളതിൽ കവിഞ്ഞ് കൂടുതൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരണം. അപ്പൊ നമ്മുടെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജി തന്നെ ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ട്. അവരുടെ ആ ഒരു ഡിസ്ട്രെസ് അസസ് ചെയ്തിട്ട് ആദ്യം തൊട്ടേ അതിനെ അഡ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ അതിന് പാരലായിട്ട് ചെയ്യാറുണ്ട്.